ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മളിപ്പം XUV 300 ഫേസ് ലിഫ്റ്റ് അഥവാ മഹീന്ദ്ര വാഹനത്തിൻ്റെ പേര് മാറ്റി XUV 3XO എന്നാക്കി. ആ വാഹനത്തിൻ്റെ ഒരുപാട് ടീസർ ഇമേജസും അതുപോലെ തന്നെ പുതിയ ലീക്ഡ് ഇമേജസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു വാഹനത്തിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീക്സ് വരുന്നതാണ്. പുതിയ XUV 700 EV അഥവാ ചിലപ്പോൾ അവരിതിനെ XUV 800 എന്ന് വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ 3XO എന്ന് മറ്റേൻ്റെ പേര് മാറ്റിയല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരും XUV 8XO എന്നോ അല്ലെങ്കിൽ XUV 7XO എന്നോ അങ്ങനെയുള്ള ആക്കുമായിരിക്കും. 7XO ആക്കാൻ ചാൻസ് ഇല്ല, കാരണം ഓൾറെഡി നമുക്ക് XUV 700 ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അതിനെ അവർ 7XO എന്ന് വിളിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ XUV 8XO എന്ന് പറഞ്ഞൊരു പേരിലേക്ക് ഈ വാഹനത്തിൻ്റെ നെയിമിംഗ് മാറാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്യാമോഫ്ലാജ് ഇല്ലാതെ സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം മഹീന്ദ്ര പണ്ട് ടീസ് ചെയ്ത വാഹനങ്ങളിലേക്ക് അതേ ഹെഡ്ലൈറ്റ്സ് പോലെയൊക്കെ തന്നെയുണ്ട്. ടീസർ മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഒരു പണ്ട് കുറച്ച് കോമ്പാക്ട് കോൺസെപ്റ്റ് വണ്ടികൾ കാണിച്ചായിരുന്നല്ലോ, ഏകദേശം ആ ഒരു ഡിസൈൻ പോലെയൊക്കെ തന്നെയാണ് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. അതായത് ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വേണേൽ പറയാം, കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ അത് പ്രൊജക്ടർ സെറ്റപ്പിലാണ് വരുന്നത്. ആൻഡ് ബാക്കി സറൗണ്ടിങ്സ് എല്ലാം ബ്ലാക്ക് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും സംഭവം കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെ ടോപ്പിലൊക്കെ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള DRLs ഉണ്ട്. അത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള DRLs ആണ് ഇതിനകത്ത് ഇപ്പോൾ ക്യാമോഫ്ലാജ് ഇല്ലാത്ത പോർഷനിൽ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ അത്യാവശ്യം മൊത്തത്തിൽ അവർ കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ XUV 3XO ഫേസ് ലിഫ്റ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു ഡിസൈൻ സിമിലർ ആണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ മഹീന്ദ്ര SUVകളിലൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരു സിമിലർ ഡിസൈൻ ഫോമിലായിരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസും സ്വൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേടിക്കണ്ട, ഈ വീൽസ് അല്ല, ഇതാണ് ഈ വാഹനത്തിൽ വരാൻ പോകുന്ന അലോയ് വീൽസ്. ഇതിപ്പോൾ വളരെ ടോൺ ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, കാരണം ശരിക്കുള്ള പ്രൊഡക്ഷൻ സ്പെക്ക് എങ്ങനെയാണെങ്കിലും അത് മൊത്തത്തിൽ ചെറിയൊക്കെ പിടിച്ച് ഒരുമാതിരി ഡ്യുവൽ ടോൺ പിൻസൊന്നും പെട്ടെന്ന് എടുത്ത് കാണാതെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണുമ്പം ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ശരിക്കുള്ള വണ്ടി വരുന്ന സമയത്ത് ഇത്രയും ബോറായിരിക്കില്ല, കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ കാണാനൊക്കെ രസമുണ്ട്, നമുക്ക് ആ ഒരു കറക്റ്റ് ഡിസൈൻ മനസ്സിലാവാത്തതുകൊണ്ട്, അതായത് അതിൻ്റെ ഫിനിഷിംഗ് മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. വേറൊരു സർപ്രൈസിങ് എലമെൻറ്റ് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലാണ്. ഈവൻ നമുക്ക് ആദ്യം കോൺസെപ്റ്റുകൾ കാണിച്ച സമയത്ത് അവർ XUV E8 എന്ന് പറഞ്ഞൊരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയർ പ്രൊഫൈലും എക്സാക്ട്ലി സെയിം ആയിരുന്നു. അവർ ആ പട സൈഡിലുണ്ടായിരുന്ന കുറച്ച് ലൈറ്റൊക്കെ എടുത്ത് കളഞ്ഞു. അതായത് അത് അവർ കംപ്ലീറ്റ്ലി മറച്ച് കളഞ്ഞു. XUV E8 ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് അവർ മാറ്റി ഇപ്പോൾ ഈ വണ്ടിയിലുള്ള പോലെയൊക്കെ തന്നെയാണ് കൊടുത്തത്. പക്ഷെ അത് ജസ്റ്റ് അവർ XUV 700 തന്നെ മോഡിഫൈ ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നിയത് ആ വണ്ടി ആദ്യം കണ്ട സമയത്ത്. ഇതിപ്പോൾ അങ്ങനെയല്ല, ശരിക്കും ഒരു ടെസ്റ്റിംഗ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കോമ്പണൻസും സാധനങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ച് തന്നെയായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. XUV 700 റിയർ പ്രൊഫൈൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ടൈൽ ലൈറ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതവർ ക്യാമോഫ്ലാജ് ചെയ്തിട്ടില്ലല്ലോ. XUV 700 ഈ സെയിം ടൈൽ ലൈറ്റ്സ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ശരിക്കുള്ള വേർഷനിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ ഇൻസൈറ്റ്സിലൊക്കെ വലിയ വ്യത്യാസം കൊടുക്കുമായിരിക്കും. ഒരു വ്യത്യാസം ഇല്ലാതെ ഇറക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ XUV 700 EVയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ ഇതുപോലെയൊക്കെയാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അതും ഇടയ്ക്ക് വെച്ചൊക്കെ ഇഷ്ടംപോലെ സ്പൈഡി മേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള 3 സ്ക്രീൻസ് ആണ്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ഈ XUV 700 രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് കണ്ടിട്ടുണ്ട്. അത് 10.25 ഇഞ്ച് പ്ലസ് 10.25 ഇഞ്ച് ആയിരുന്നു സൈസ്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ വരുമ്പോഴേക്കും 3 സ്ക്രീൻസ് ആണ് വരുന്നത്. ഒരു പാസഞ്ചർ സൈഡിലുള്ള ഡിസ്പ്ലേ കൂടി ഒരു അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പണ്ട് കാണിച്ച സെയിം സംഭവം തന്നെയാണ്. പ്രൊഡക്ഷൻ സ്പെക്കിലേക്കും അതൊക്കെ തന്നെ വന്നു എന്ന് മാത്രം. പിന്നെ വണ്ടികളിലൊക്കെ ഇപ്പം പൊതുവെ എത്രത്തോളം സ്ക്രീൻ വരുന്നു അത്രത്തോളം മോഡേൺ എന്നാണല്ലോ വിചാരിക്കുന്നത്, പൊതുവേ ഉള്ളൊരു സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇങ്ങനൊരു സ്ട്രാറ്റജി പിടിച്ച് പോകുന്നത്. അത് മോശമാണെന്നല്ല, കൂടുതൽ ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കുകയാണ് വണ്ടികൾ, അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് ടാറ്റയുടെ വണ്ടികളിലെ സ്റ്റിയറിംഗ് വീല് മാറിയായിരുന്നു. ഏകദേശം ആ ഒരു സിമിലർ പാറ്റേൺ പിടിച്ചാണ് മഹീന്ദ്രയും പോയിരിക്കുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ലോഗോയോ ബട്ടൺസോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല ഈ ഒരു സ്പൈഡ് പിക്കിൽ. അതുകൊണ്ട് തന്നെ മിക്കവാറും അത് ഇലൂമിനേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ഒക്കെ ആയിരിക്കും ടാറ്റ പോലെ അവർ കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയാം. അതുപോലെ ചിലപ്പോൾ മഹീന്ദ്രയുടെ ഇലൂമിനേറ്റഡ് ലോഗോയും ഇതിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ ബാക്കി ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ സിമിലാരിറ്റീസ് നമുക്ക് പഴയ XUV 700 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും പറയാൻ പറ്റും. ഇതാണ് അവർ ആദ്യം കാണിച്ച XUV E8. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാം കറക്റ്റായിട്ടുള്ള ആ കണക്റ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസിൻ്റെ ഒരു ഡിസൈൻ. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഇതിൻ്റെ അകത്ത് പഴയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1-2 വർഷമായില്ല അവർ ഈ വണ്ടി കാണിച്ചിട്ട്, അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും ഇത് ഈ 2024 ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ലോഞ്ച് ആവും എന്നായിരുന്നു അവർ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പം എന്തായാലും അതിൽ വലിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇല്ല, ശരിക്കും ലോഞ്ച് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇനിയിപ്പം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ
കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിലും 2025 സ്റ്റാർട്ടിങ്ങിലൊക്കെ മിക്കവാറും ഈ വാഹനം ലോഞ്ച് ആവേണ്ടതാണ്. ഒന്നാമത് മഹീന്ദ്രയ്ക്ക് ഈ വർഷം താർ അവർ ലോഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ 5 ഡോറിൻ്റെ. അത് ശരിക്കും പ്ലാനിലില്ലായിരുന്നതാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട വണ്ടിയായിരുന്നു, അത് അവർ ഈ വർഷത്തേക്ക് നീട്ടിവെച്ചതാണ്. എനിവേ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ വൈസ് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങൾ. ഇനി അതല്ലാതെ ഈ വാഹനത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, അവർ ഒട്ടുമിക്ക ഡീറ്റെയിൽസും പുറത്ത് വിട്ടു. അതായത് അവർ എന്തൊക്കെ പവർ ട്രെയിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നൊക്കെ. മഹീന്ദ്രയുടെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലായിരിക്കും അവരുടെ ഇലക്ട്രിക് വണ്ടികൾ വരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറേ കോമ്പണൻസ് ഒക്കെ നമ്മുടെ ഫോക്സ് വാഗൻ്റെ MEB പ്ലാറ്റ്ഫോമിൽ നിന്ന് സോഴ്സ് ചെയ്തതായിരിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് കുറച്ച് വേറെ ന്യൂസൊക്കെ വരുന്നുണ്ട്. അതായത് ഫോക്സ് വാഗൻ്റെ സംഭവങ്ങൾ അവർക്ക് കിട്ടാൻ കുറച്ച് ഡിലേ ആവും. അപ്പോൾ ഇനീഷ്യലി വരുന്ന വണ്ടികളിലൊക്കെ BYDയുടെ ബാറ്ററിയും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ഓൾറെഡി BYDയുടെ സംഭവങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിൻ്റെ എമൗണ്ട് കുറച്ചുകൊണ്ട് കൂട്ടും എന്ന് മാത്രം. പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്നല്ല, മഹീന്ദ്ര പൊതുവെ ഉപയോഗിക്കാൻ പോകുന്ന 60 kWh ബാറ്ററി പാക്കും 80 kWh ബാറ്ററി പാക്കും ആയിരിക്കും അവരുടെ വണ്ടികളിൽ. ഇത് പിന്നെ കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് മിക്കവാറും 80 kWh ബാറ്ററി പാക്ക് തന്നെ അവർ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കാനാണ് സാധ്യതയുള്ളത്. കാരണം 60 kWh കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ കഷ്ടിച്ചൊരു 300 കിലോമീറ്റേഴ്സൊക്കെ റേഞ്ച് കിട്ടുള്ളൂ. പക്ഷേ എഗെയിൻ 80 kWh കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും. ഏകദേശം ഒരു 450-400 അടുത്തൊക്കെ നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് കിട്ടുമെന്ന് പറയാം. അത്രയും റേഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു റെഗുലർ ഡ്രൈവിംഗ് കണ്ടീഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ധാരാളമാണ്. കാരണം ഒറ്റയടിക്ക് നമ്മൾ 400 കിലോമീറ്ററിന് മുകളിലൊന്നും ഓടിക്കാൻ പോകുന്നില്ല. ഇനി 400 കിലോമീറ്റർ മാക്സിമം റേഞ്ച് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ പോലും ഒരു 300-350 കിലോമീറ്റേഴ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നോർമലി ചാർജ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് ഓടിക്കാൻ പറ്റിയ ഒരു റേഞ്ച് ഈ വാഹനത്തിനുണ്ട് എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മഹീന്ദ്ര ഈ വാഹനത്തിൻ്റെ ഓൾ വീൽ ഡ്രൈവും അതുപോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലുള്ള മോഡൽസും തീർച്ചയായും ഇറക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വണ്ടി അവരുടെ സ്റ്റാർട്ടിംഗ് വണ്ടിയാണല്ലോ. ഓൾറെഡി XUV400 ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പോകുന്ന ഒരു പ്രോപ്പർ മാസ് മാർക്കറ്റ് EV ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവർ ഫോക്സ് വാഗൻ്റെ മോട്ടറും സംഭവങ്ങളൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം കുറച്ചും കൂടെ പവർ കുറഞ്ഞ 230 bhp ആൻഡ് 380 Nm അടുത്ത ടോർക്കുള്ള ഒരു റിയർ വീൽ ഡ്രൈവ് മോട്ടർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ലേറ്റർ ഓൾ വീൽ ഡ്രൈവ് മോഡൽസിലും അതുപോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് മോഡൽസിലൊക്കെ ഫോക്സ് വാഗൻ്റെ മോട്ടർ ഉപയോഗിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് നല്ല പവർ ഉണ്ട്. കാരണം 280 PS അടുത്തും 530 Nm അടുത്തും ഒക്കെ അത് പവർ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് അവർ ഒരു വർഷം മുന്നേ പറഞ്ഞിരുന്നു. ഓൾ വീൽ ഡ്രൈവിൻ്റെ കമ്പൈൻഡ് ഔട്ട്പുട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് 110 PS 135 Nm അടുത്ത് ടോർക്കൊക്കെ വരുന്ന ഒരു ഫ്രണ്ട് മോട്ടറാണ് അവർ ഉപയോഗിക്കുന്നത്. കമ്പൈൻഡ് ഔട്ട്പുട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരാ, അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മോട്ടറിൻ്റെ പീക്ക് പവറൊക്കെ നോക്കിയിട്ട്. അതെന്തായാലും അവർ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പവർ ഫിഗേഴ്സൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു വർഷം മുമ്പത്തെ കണക്കിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ ന്യൂസിൽ പുതിയതായിട്ട് ഒരു പവർ ഫിഗേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഡിസൈനും അതുപോലെ ലീക്സും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴത്തെ XUV400 വരുന്ന പോലെ NMC ബാറ്ററി പാക്കുകളായിരിക്കില്ല ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. LFP ബാറ്ററി പാക്കുകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ആൻഡ് 80 kWh ബാറ്ററി പാക്ക് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ BYD ആണ്, അവരുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ഒക്കെ വെച്ച്. അതുകൊണ്ടാണ് കൂടുതൽ റേഞ്ച് കിട്ടുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞത്. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ മഹീന്ദ്ര XUV8XOയുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.